പത്മകുമാറിൻ്റെ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം ഞങ്ങൾ പിന്തുണക്കുന്ന SITയുടെ, അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായി ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടിലേക്ക് ഞങ്ങൾ പോകും. ഒരാളെയും സംരക്ഷിക്കില്ല എന്നാണ് ആദ്യം മുതലേ പറഞ്ഞത്. അതിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റം ആരോപിച്ചിരിക്കുകയാണ്, കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിട്ടില്ല. വിധി വരണം, വിധി വരട്ടെ. നമ്മളെന്തിനാണ് അതിന് ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത്? തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല, തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി. ഇതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പോൾ നിങ്ങൾക്ക് മനോരമയ്ക്ക്, മാതൃഭൂമിക്ക്, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിന് പാർട്ടിക്ക് എന്തോ വലിയ സംഭവം നടന്നിരിക്കുകയാണ് എന്ന് പറയണം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇതാണ് വരാൻ പോകുന്നത് എന്ന് മുഖപ്രസംഗത്തിൻ്റെ അവസാനം എഴുതി ചേർക്കുന്ന നില വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങൾ പരസ്യമായിട്ട് അന്നു മുതലേ പറയുന്നത് ഇന്നും ഒരേപോലെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ടിയില്ല, പറയാതിരിക്കേണ്ടിയില്ല, പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ വരട്ടെ, അപ്പോൾ നമുക്ക് അറിയിക്കാം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം അറിയിക്കാം. കാലക്രമമല്ല ഞാൻ പറഞ്ഞത്, എപ്പോഴാണോ വരുന്നത് അപ്പോഴും. ഇല്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പരിശോധന നടത്തിയിട്ടില്ല. കാരണം ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസ് നടക്കുകയാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ പൂർത്തിയായിന്നാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ അവസരവാദപരമായി ഈ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ. ഒരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ, എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാം. അതായത് ഇപ്പോൾ ഒരു കേസ് ചാർജ് ചെയ്യപ്പെടുന്നതോടുകൂടി അതിൻ്റെ അവസാന വാക്കായോ? ഏത് കേസായാലും. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ആ പദമാണ് ഉപയോഗിക്കുക. അവരാരും കുറ്റക്കാരാണ് എന്ന് പറയാൻ പറ്റില്ല. കുറ്റക്കാരാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? കുറ്റക്കാരാണ് എന്ന് പറയണമെങ്കിൽ അത് കൃത്യതയോടുകൂടി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ തീരുമാനത്തിലെത്തണം. അപ്പോഴാണ് കുറ്റാരോപിതർ ശിക്ഷ നേടിയവരായി അല്ലെങ്കിൽ ശിക്ഷിച്ചവരായിട്ട് മാറുക. അങ്ങനെ അല്ലാത്തടത്തോളം കാലം നിങ്ങൾ എങ്ങനെയാണ് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അവരെല്ലാം പൂർണ്ണമായി കുറ്റക്കാരാണെന്ന് ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ ഭാഗത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇത് എക്സിക്യൂട്ടീവിൻ്റെ രീതിയല്ലേ? ഇത് കോടതിയുടെ കൂടി പിന്തുണയോടുകൂടി നടക്കുകയാണ്. അല്ല, പാർട്ടി പരിശോധന വേണ്ട സന്ദർഭങ്ങളിൽ പാർട്ടി പരിശോധന നടത്തും. ഗവൺമെൻറ്റിൻ്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയുടെ പൂർണ്ണ പിന്തുണയിൽ നടക്കുന്ന SIT പോലെയുള്ള അന്വേഷണം അത് പൂർത്തിയായിട്ട് വരട്ടെ, അതിൻ്റെ പൂർണ്ണമായ വശങ്ങളിലേക്ക് വരട്ടെ. അതിനൊരു കാലക്രമമൊന്നും ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.